അങ്ങനെ മനോല മോഗസിൻ്റെ അണ്ടറിലുള്ള ആദ്യത്തെ 2 മത്സരങ്ങൾ അവസാനിക്കുന്നു. ഇപ്പോൾ സിറിയയ്ക്കെതിരെയുള്ള മത്സരത്തിലൊരു 3-0 എന്ന് പറയുന്നൊരു പരാജയം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരാം. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും ഈ ഒരു ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എപ്പോഴും പറയുമ്പോൾ ഉള്ളതാണ്, നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ടീമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ISLൻ്റെ ലെവലിൽ കമ്പയർ ഇപ്പോൾ ഓരോ മാച്ചസ് പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ISLാണെങ്കിൽ ഏറെക്കുറെ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സിമിലർ ആയിട്ടുള്ള ക്ലബ്സാണ്. ചില ക്ലബ്ബുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചില ക്ലബ്ബുകൾ അങ്ങനെ കുറച്ച്. എങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇപ്പം 7 ഇന്ത്യൻസും 4 ഫോറിനേഴ്സുമാണ് കളിക്കുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും ആ കാര്യം വളരെ ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം മൗറീഷ്യസുമായിട്ടുള്ളൊരു മത്സരം പറയുന്ന സമയത്ത് അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളിലൊക്കെ റാങ്കിങ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് താഴെ നിൽക്കുന്ന ടീമാണ്. പക്ഷേ സിറിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. നമ്മളെക്കാളിലൊക്കെ ഒരു 10-30 റാങ്കിങ് ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ റീസെൻ്റ്ലി അവരുടെ ഒരു കുറേയധികം നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ്, അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജൻറ്റീനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്വീഡിഷ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരുടെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 മാച്ചസ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഹോസെ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കോച്ച്. നമ്മുടെ മനോലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ്. പക്ഷേ മനോലയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു ക്യാമ്പ്, 2 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മത്സരത്തിലേക്കൊക്കെ വന്നത് എന്നുള്ളൊരു വസ്തുത തീർച്ചയായിട്ടും ഞാനിത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയുകയാണ്. എന്നിട്ട് നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 25 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാണ്. നമ്മുടെ സീസൺ തുടങ്ങിയിട്ടില്ല, ആരൊക്കെയാണ് ഫോമിലുള്ളത്, ആരൊക്കെയാണ് കംപ്ലീറ്റ് ഫിറ്റിലുള്ളത് എന്നുള്ളതൊക്കെ ഇപ്പോഴും ഡൗട്ട്ഫുള്ളാണ്. എന്താണെങ്കിലും ഇനി വരുന്ന ഈ പറഞ്ഞ പോലെ മാച്ചസ് ഒക്ടോബറിലും നവംബറിലൊക്കെ വരുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് ഈ ടീമിൽ നിന്ന് കുറച്ചധികം ചേഞ്ചസിനൊക്കെ ഉള്ള ഒരു സാധ്യതയും സാഹചര്യവും എന്താണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 7 ചേഞ്ചസുമായിട്ടാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗോൾ കീപ്പറിനെ ചേഞ്ച് ചെയ്തു, ഡിഫൻസിൽ 3 പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്തു, മിഡ്ഫീൽഡിൽ 2 പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്തു, അറ്റാക്കിങ്ങിൽ 1 പ്ലെയറെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ചായിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ആയിട്ട് തന്നെയാണ് നമ്മുടെ ഗെയിം ഉണ്ടായിരുന്നത്, നിസ്സംശയം പറയാൻ സാധിക്കും. സിറിയ ഒരു വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. എസ്പെഷ്യലി 35 മിനിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഞാൻ ഇനി ആദ്യം ഗോൾസിലേക്ക് വരുമ്പം ആദ്യത്തെ ഗോള് അത് നമുക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യേണ്ട അവസരമാണ്. അതൊരു മിസ്സ് വന്നതാണ്, അത് ഗോളായി. രണ്ടാമത്തെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4 ഡിഫൻഡേഴ്സായിരുന്നു, 1:4 പോലെയൊക്കെ ആയിരുന്നു. എന്നിട്ടും അൻവറിൻ്റെ അതൊരു മിസ്സ് വന്നു. പിന്നെ അത് ഗോൾ കീപ്പറുടെ മിസ്സുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ അത്രയും അടുത്തൊരു സാഹചര്യമായിരുന്നു. ആ ഷോട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രൗണ്ട് ബോൾസിൽ വീക്ക്നെസ്സസ് നമുക്ക് എപ്പോഴും നമ്മൾ കുറിപ്പിക്കുന്ന കാര്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. പിന്നെ തേർഡ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അറ്റാക്കിംഗ് ട്രാൻസിഷൻ, ഡിഫൻസീവ് ട്രാൻസിഷനിൽ നിന്നുള്ള അറ്റാക്കിംഗ് ട്രാൻസിഷൻ, ആ ഒരു കൗണ്ടർ വന്നു, അത് അടിച്ചു കയറ്റി. കാരണം നമ്മൾ ആ സമയത്ത് നല്ല രീതിയിലുള്ളൊരു അറ്റാക്കിംഗ് ശ്രമങ്ങൾ ബാക്ക് ടു ബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ 2 ഗോളുകൾ പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് വന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് കളിച്ചത് പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു മത്സരത്തിലെ ഈ ഒരു സെക്കൻഡ് ഹാഫിലെ ഗെയിമും കൂടി വെച്ച് പരിഗണിക്കുന്ന ഒരു സമയത്ത് പറയാനുള്ളത്, ഈ 3-0 അല്ല ഈ ഒരു മത്സരത്തിലെ സ്കോർ ആവേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മേ ബി തോറ്റേനെ അല്ലെങ്കിൽ ഡ്രോ ആയേനെ, പക്ഷേ ഈ 3-0 എന്ന് പറയുന്നതല്ല. കാരണം സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഗോളിലേക്കൊക്കെ എത്താൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ മത്സരത്തിൽ തന്നെ നമ്മൾ ഏതാണ്ട് 5 ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നിട്ടുണ്ട്, 18 ഷോട്ട്സ് വന്നിട്ടുണ്ട്. അത് സിറിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഡിഫൻസീവ് ഷേപ്പൊക്കെ തന്നെ കുറച്ച് ശോകമായിരുന്നു. അതിൽ നിന്ന് കൂടുതൽ ഗോൾ വരാത്തത് ഭാഗ്യമെന്ന നിലയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഇംപ്രസീവായിട്ട് പെർഫോമൻസ് നടത്തിയ പ്ലെയറായിട്ട് തോന്നുന്നത് നിഖിൽ പൂജാരിയാണ്. പക്ഷേ നിഖിൽ പൂജാരി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേഞ്ച് വന്നു. എനിക്ക് തോന്നുന്നു അതുവരെ ഉണ്ടായിരുന്ന 1 ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി പിച്ചായിരുന്നു നിഖിൽ പൂജാരി. പക്ഷേ ആശിഷ് റായ് കൊണ്ടുവന്ന ഒരു ഡിസിഷൻ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ആശിഷ് റായ് വന്നതിന് ശേഷം ഒരുപാട് അറ്റാക്കിംഗ് മൂവ്, അദ്ദേഹം അതിനേക്കാൾ ടെക്നിക്കലി ബെറ്ററാണ്. പക്ഷേ ഡിഫൻസീവിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി നിഖിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ ആശിഷ് റായ് വന്നു, ഡിഫൻസീവ് ഔട്ട്പുട്ട്സ് വന്നു, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രോസസ് ഒക്കെ വന്നു, ആദ്യ മിനിറ്റുകളിൽ തന്നെ ചാൻസസ് എന്ന ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ്. സോ എനിക്ക് ഇനി പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു അറ്റാക്കിങ്ങിലെ 4 പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതായത് സെൻറ്റർ ഫോർവേഡ്, ബോത്ത് വിങ്ങിൽ കളിക്കുന്ന പ്ലെയർ, ഒരു അറ്റാക്കിംഗ് മിഡ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നമുക്കറിയാം മനോലയുടെ ഒരു പ്രധാന ഒരു ചേഞ്ചായിട്ട് അദ്ദേഹം കുറച്ച് അറ്റാക്കിംഗ് പാറ്റേൺസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ
ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്ലെയേഴ്സിൻ്റെ ഒരു ആ രീതിയിൽ ഇത് ഇപ്പം സഹൽ പെട്ടെന്ന് ഒരു ടെക്നിക്കലി പ്ലെയറുള്ള പ്ലെയറാണ്, പെട്ടെന്ന് അദ്ദേഹത്തിന് മൂവ് ചെയ്ത് പാസസ് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ പാസസ് കൊടുത്തു. പക്ഷേ അതിലേക്ക് എത്താൻ പ്ലേയേഴ്സിന് പറ്റില്ല. അതുപോലെ തന്നെ ചാങ്ദെ, അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ട് 90 മിനിറ്റ്സ് കളിച്ചിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. സോ പക്ഷേ മൻവീറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നന്ദയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. നന്ദയുടെ ഒരു കമ്പോഷർ കുറവ്, ഒരു കളിയിലൊരു കൺട്രോൾ ഇല്ലായ്മ എന്ന് പറയുന്നൊരു കാര്യം, അദ്ദേഹത്തെയൊക്കെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി. ഞാൻ വിചാരിച്ച ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ മൻവീറിനും അത്രയും മിനിറ്റ്സിൻ്റെ ഒരു ആവശ്യകതയേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മൻവീറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കുന്നത് സെൻറ്റർ ഫോർവേഡായിട്ടാണ് നാഷണൽ ടീമിൽ എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പം അദ്ദേഹം ക്ലബ്ബിൽ കളിക്കുമ്പോൾ ഒരു റൈറ്റ് വിങ്ങറായിട്ട് പോലും അല്ല കളിക്കുന്നത്, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് പോലും അല്ല കളിക്കുന്നത്, ഒരു 3-5-2 ഒരു വിങ് ബാക്ക് എന്ന പോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോർവേഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനത്തെ ചില കാര്യങ്ങളായിരുന്നു. അവിടെ നിന്നാണ് സെക്കൻഡ് ഹാഫിൽ മഹേഷും അതുപോലെ എഡ്മണ്ടും ലിസ്റ്റണും ഒക്കെ വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസ്. അവർ വന്നതിന് ശേഷം ആണെന്ന് തോന്നുന്നു ഒരു 4 ഷോട്ട്സെങ്കിലും വന്നിട്ടുണ്ടാകുക, ഷോർട്ട് ഓൺ ടാർഗറ്റ്സ് എങ്കിലും വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് തോന്നുന്നത്. മഹേഷിൻ്റെ ഒരു കിഡിലനായിട്ടൊരു ക്രോസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ അവിടെയാണ് അങ്ങനത്തെ മൊമെൻറ്റ്സ് നമുക്ക് ISL നിന്നും കിട്ടുന്ന പോലെ കിട്ടില്ല. അത് നന്ദയ്ക്ക് ഈസിലി അത് ഗോളാക്കാൻ പറ്റുന്നൊരു അവസരമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡ്മണ്ടിൻ്റെ ഒരു കിഡിലൻ ഷോട്ടായിരുന്നു, അതൊരു വെട്ടിക്കെട്ട് ഗോളായി മാറാനായിരുന്നു. നല്ല സേവ് നടത്തി. അതുപോലെ അതിൽ നിന്ന് ബാക്ക് ടു ബാക്ക് ചാൻസസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോർണർ സിറ്റുവേഷൻസ് വന്നു. സോ പിന്നെ ചാങ്ദിയുടെ ഒരു ക്രോസ് ബാറിൽ തട്ടിപ്പോയി. അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ഒരു ലോങ് റേഞ്ചർ ട്രൈ വന്നിട്ടുണ്ടായിരുന്നു, അത് ഗോളി സേവ് ചെയ്ത് പോസ്റ്റിൽ തട്ടി അത് പോസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അത് കഴിഞ്ഞ് ലിസ്റ്റൻ്റെ ഷോ. അപ്പം ലിസ്റ്റനൊക്കെ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞ മാച്ച് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കുറച്ചും കൂടി അദ്ദേഹത്തിന് ആ ഒരു ഫ്രഷ് ലെഗായിട്ട് വന്ന് എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റിമാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. നമുക്ക് 2 കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചസ് കളിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. 2 മാച്ച് നോക്കിക്കഴിഞ്ഞാൽ മൗറീഷ്യസ് റാങ്കിങ് താഴെയാണെങ്കിലും അവരും സിറിയക്കെതിരെ പോലും നല്ല ഫൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ലോങ് ക്യാമ്പ് കിട്ടിയില്ല, ജസ്റ്റ് റാൻഡമായിട്ടുള്ള 25 പ്ലേയേഴ്സിനാണ് പിക്ക് ചെയ്തത്. അപ്പം ഇനി കോച്ചിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട അടുത്ത ക്യാമ്പിൽ എന്നുള്ളത്. അപ്പം അതനുസരിച്ചിട്ട് റെക്ടിഫൈ ചെയ്ത് കോച്ച്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളി അങ്ങനെ ഒരു തെറ്റുകൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കോച്ചായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് കോൺഫറൻസ് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സോ സാധാരണഗതിയിൽ സ്റ്റിമാച്ചിൻ്റെ കാര്യം അത് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സോ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ക്ലബ്ബിൽ കളിക്കുന്നതിൽ ഒരിക്കലും നാഷണൽ ടീമിൽ കോച്ചിങ് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ ടൈമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനിപ്പം അദ്ദേഹത്തിന് കുറേ നാളുകൾ മുന്നോട്ട് പോയാലും, പക്ഷേ ഇപ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേജിലാണ്. അദ്ദേഹത്തിന് പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന അറ്റാക്കിംഗ് പാറ്റേൺസ് ഒക്കെ പല തരത്തിൽ യൂസ് ചെയ്തു. പക്ഷേ അത് ആ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെയാണ്. അത് സെക്കൻഡ് ഹാഫിൽ അത് യൂസ് ചെയ്തു. ഇനി അത് അടുത്ത ഒക്ടോബറിലേക്ക് വരുമ്പോഴത്തേക്കും ഏതൊക്കെ പ്ലേയേഴ്സ് ഇതിൽ നിന്ന് വരും, ആരൊക്കെ ഔട്ടാകും, പുതുതായിട്ട് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സാണ്. ഈ നമ്മൾ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് ട്രസ്റ്റ് പ്രോസസ്സ്, ലിറ്ററലി ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അത് എന്താണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒക്ടോബറിലെ നവംബറിലെ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടിരിക്കും നമ്മുടെ കോമ്പറ്റീറ്റീവ് മാച്ചസിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. സോ കുറച്ച് ആളുകളൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു ബെറ്റർ ഗെയിം നൽകി എന്നുള്ളത് പോസിറ്റീവാണ്. ആ ഒരു കാര്യങ്ങൾ പാഠങ്ങളൊക്കെ ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സനിയഫ്.